ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന്. കാരണം എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല, ചെയ്യേണ്ട വിധമൊന്നും. പിന്നെ രാവിലെ തുടങ്ങിയിട്ട് നൈറ്റ് വരെയുള്ള എൻ്റെ വീഡിയോസൊക്കെ ഇന്ന് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും. എണീക്കണം. ഇപ്പം 6:30 ആയിട്ടുണ്ട്. എണീറ്റൊന്ന് ഫ്രഷ് ആവണം. പിന്നെയുള്ള പരിപാടികളെല്ലാം ചെയ്യണം. നടക്കാനുണ്ട്, ഷോപ്പിൽ പോകണം. അപ്പം അതിൻ്റെതായ കുറേ പണികളുണ്ട്. ചെറിയ ചെറിയ പണികളായിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്കൊന്ന് ഫ്രഷ് ആവാം. പല്ലൊക്കെ ഒന്ന് തേച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണിയിലേക്കൊക്കെ കിടക്കാം. അങ്ങനെ ഫ്രഷായി വന്ന് ഇനി അടുത്തത് അലക്കാൻ നോക്കട്ടെ. അലക്കാനായിട്ട് ഒരു കൊട്ടം നിറച്ചുണ്ട് കണ്ടോ. ഇതൊക്കെ അലക്കി ഓരോരോ പണികളായിട്ട് ചെയ്യണത് കാണിച്ചിട്ടാ. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വൃത്തി എന്ന് പറയണത് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുക. എന്നിട്ട് വേണം നമ്മൾ കട്ടിലിൽ എണീക്കണമെങ്കിൽ. എപ്പോഴും ചെയ്യാറുണ്ട്. എപ്പോഴും ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്, അവൾ ചെയ്യാറില്ല. അതാണ് എപ്പോഴും ചെയ്യാറില്ല എന്ന് പതുക്കെ പറയണത്. ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് ഞാനും വരെ കടിച്ചു. കാരണം പിന്നെ തുണി മറ്റേ അലക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിരിക്കണം. പുറത്ത് വിരിക്കാനായിട്ട് സ്ഥലം ഇല്ലാഞ്ഞിട്ട് നമ്മൾ താഴെ ഇവിടെയൊക്കെ തന്നെ കെട്ടിയേക്കണം. റൂമിലൊക്കെ തന്നെ. അപ്പം ഇനി അവിടെയൊക്കെ തുണിയൊക്കെ വിരിക്കണം. കുറച്ച് പരിപാടികൾ ഇങ്ങനെ തന്നെ ഓൾറെഡി വെള്ളം കെട്ടിയത് വെച്ചിട്ടാണ് തുണികളിടാൻ എടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ നോക്കണം. കുറേ ആയി നോക്കിയിട്ട്. അപ്പം നമുക്കിനി അത് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കറ്റാർവാഴ മുറിച്ച് വെക്കണം. അതിൻ്റെ മഞ്ഞ സാധനമൊക്കെ പോയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. കറ്റാർവാഴ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മഞ്ഞ കളറുള്ള സാധനം പോയിട്ട് വേണം നമുക്കത് ഉപയോഗിക്കാനായിട്ട്. അപ്പം നമുക്കിത് കുറച്ച് നേരം കഴുകിയിട്ട് അവിടെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പോയിട്ട് ബാക്കി വെക്കാൻ. തുണികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ വിരിക്കണം. അപ്പം വിരിക്കണ ആളുകളാണ് കേട്ടോ. ഉണക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്ന് വിരിക്കണത്. ഇത് ഉള്ളി പൊളിക്കണം. അപ്പൊ നമ്മളേ എന്താണ് തൈര് മേടിക്കാൻ വേണ്ടി പോവേണ്ട. തൈര് ഇപ്പൊ നോക്കിയപ്പോ കണ്ടില്ല. അപ്പൊ തൈര് മേടിക്കാൻ പോവേണ്ട. തത്തപ്പള്ളി വരെയും പോണം. അപ്പൊ വണ്ടി ഓടിക്കണത് പൊടിയാണ്. പിന്നെ വന്ന വഴി ചെമ്പരത്തിപ്പൂ പറിക്കണം. അതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ചെമ്പരത്തിപ്പൂ ഉണ്ടാകുന്ന ചെമ്പരത്തിപ്പൂളപ്പം അങ്ങനെ ചെമ്പരത്തിപ്പൂ പറിക്കാൻ വേണ്ടി വന്നേക്കണേ. രണ്ടെണ്ണം പറിച്ചുകൊണ്ട് പോവാം. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് ഗ്ലൂട്ടാത്തയോണിൻ്റെ ഒരു ടാബ്ലറ്റിൻ്റെ ഉള്ളത്. അപ്പം നമ്മളും അത് വീട്ടിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാൻസർ നേരിയ ചൂടിനെ വെള്ളം എടുക്കാം. അതിലൊരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഡെയിലി കുടിക്കണമെന്നാണ് നല്ലത്. പിന്നെ ഞാനിപ്പോൾ ഒരു 3 വീക്ക് ആയിട്ടുണ്ട് കുടിച്ചു തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് റിസൾട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ എൻ്റെ ലേശൻ്റെ മോക്കൊക്കെ അത്യാവശ്യം റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറയും കുടിച്ചിട്ട്. ചിലവരുടെ സ്കിന്നിനനുസരിച്ചിട്ടിരിക്കും. ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് വരും, ചിലർക്ക് ടൈം എടുക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. കാരണം പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവില്ല എങ്കിൽ പോലും ചില സ്കിന്നിനനുസരിച്ചിട്ട് പെട്ടെന്ന് റിസൾട്ട് വരും. എനിക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടില്ല. വന്നവരും ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് വേണ്ട പൊട്ടറ്റോ ഇതിലോട്ട് ഇടുക. എന്നിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ചെറിയൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടണം. എന്നാലാണ് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതിൽ അരിപ്പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടണം. പിന്നെ കുറച്ച് തൈര് കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം. അതിക്ക് മുന്നേ വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് സൈഡ് ഇപ്പോൾ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ
കളയണം, രണ്ട് സൈഡും കളയണം. കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ആഡ് ചെയ്താൽ മതി. നമ്മളിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണേണ്. സ്ക്രബ് പോലെ ചെയ്യണം. നല്ല പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഒബ്സർവ് ആയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫേസ് അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഫേസ് വാഷ് ചെയ്യണം, എന്നിട്ട് വേണം മാസ്ക് ഇടാനായിട്ട്. തൈരും കൂടി അപ്ലൈ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വയ്ക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. തണിമട്ടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷോപ്പിൽ പോകണം, 11 മണിയാകുമ്പോൾ ഷോപ്പിൽ പോകണം. അപ്പോൾ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് 2 പേർക്കും കൂടിയുള്ള ചോറാണ്. ഇനി ഹെയർ കെയറും കൂടി ചെയ്യാൻ പോണേണ്. അതിനുള്ളതാണ് കറ്റാർ വാഴ. അതിൻ്റെ ജെല്ല് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓരോ സ്കാൽപ്പിലും ഓരോ ലെയർ കൊടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനും കൂടിയാണ് കേട്ടോ. ഫേസൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞ് ഫേസിലിട്ടിരുന്ന അതൊക്കെ കഴുകി കളഞ്ഞു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഇന്ന് ഞങ്ങൾക്ക് ചോറാണ് കേട്ടോ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. ഇന്ന് പക്ഷേ ചോറാണ്. അപ്പം അതിൻ്റെ ഒപ്പം ഇന്ന് വറുത്തതാണ് ഞങ്ങളിവിടെ ചക്കായ വറുത്തത്. അപ്പം നമ്മൾ ഷോപ്പിലേക്ക് പോവുകയാണ്. നല്ല മഴയുണ്ട്, അതുകൊണ്ടാണ് കോട്ടക്കിട്ട് പോണത്. പിന്നെ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ചെന്നിട്ട് തുടച്ചിട്ടൊക്കെയാണ് കേട്ടത് തന്നെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കസ്റ്റമർ ഉണ്ടായിരുന്നു, അതാണ് ഇത്രയും വൈകിയത് ഫുഡ് കഴിക്കാനായിട്ട്. ഇപ്പം 3 മണി അങ്ങനെ എന്തോ ആയി. അപ്പം നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയൊക്കെയാണ് ഇവർക്ക് ഡ്രസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ലേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ പരാതിയിൽ വണ്ടിയുടെയൊക്കെ സൗണ്ട് കാരണം വോയിസ് ചിലപ്പോൾ കേൾക്കൂല. നിത്യമോളെ പോവേണ? 7 മണിയായി. നിത്യ ഇറങ്ങിയിനി. ഞങ്ങൾ 7:30 ആകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണത്. അങ്ങനെ ഞാൻ അവൾ മാത്രമുള്ള ഇറങ്ങാനായിട്ട്. ബാക്കി എല്ലാവരും ഇറങ്ങി. 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി 2 പേര്. ഇനി ഞാൻ അവളും മാത്രം 7:30 ആകുമ്പോഴേക്കും ഇറങ്ങും. ഇപ്പം തന്നെ 7:30 ആവും. ബാക്കിയുള്ളത് ഇനി വീട്ടിൽ ചെല്ല, എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് ചെയ്യാം, പിന്നെ കിടന്നുറങ്ങാം. അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണെയാണ്. ഇത് ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയൊക്കെയാണ് കേട്ടോ. ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവണം, മേലൊക്കെ കഴുകണം. അപ്പം ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, കിടന്നുറങ്ങാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയൊരു പണിയും കൂടി ഉണ്ട്, കാണിച്ചു തരാട്ടാ. അല്ല, എനിക്ക് ബ്ലഡ് കുറവാണ് ശരീരത്തിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി 2 നേരവും ചെമ്പരത്തി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. 2 നേരം രാവിലെയും വൈകിട്ടും ചെമ്പരത്തി ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ്. ബ്ലഡ് വയ്ക്കാനും സ്കിന്നിന് ശരിക്കും ഗ്ലോ ആവാനും ഒക്കെ കൂടി എല്ലാം കൊണ്ടും നല്ലൊരു സംഭവമാണ്. അപ്പം അങ്ങനെ അതെ കാണിച്ചു തരാം. അപ്പം അങ്ങനെ വെള്ളം റെഡി ആയിട്ടുണ്ട്. ചെമ്പരത്തിയുടെ ഇത് വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളമാണ്. ഈ ഒരു ഷെയ്ഡാണ് വന്നതെന്നാണ് പറയണത്. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിച്ച് നോക്കണത്. എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് പറയാം. മിക്കവരും കുടിച്ചിട്ട് റിസൾട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ബ്ലഡ് ഇല്ലാത്തവർക്ക് ബ്ലഡ് വയ്ക്കാനും സ്കിന്നിന് ഗ്ലോ ആവാനും എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ ഓക്കെ, ബൈ.